സ്വാഗതം. സയന ടാരക്കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് താങ്കളുടെ എനർജിയാണ്. അതായത് എന്താണ് താങ്കളുടെ കറണ്ട് എനർജി, എന്താണ് താങ്കൾക്ക് ഉള്ള ഗൈഡൻസ് എന്നുള്ളതാണ്. ഞാൻ 3 സെറ്റ് കാർഡുകൾ വയ്ക്കും. താങ്കൾ അതിൽ നിന്നൊരു സെറ്റ് ചൂസ് ചെയ്യണം. ആദ്യ സെറ്റ് ഇതാണ്, താങ്കളുടെ കറണ്ട് എനർജി. രണ്ടാമത്തത് താങ്കളുടെ ഗൈഡൻസ്. ഇത് രണ്ടാമത്തെ സെറ്റാണ്, ഇതാണ് താങ്കളുടെ കറണ്ട് എനർജി. ഇതിൽ താങ്കൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ടാരോ തരുന്നത്. മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് ഡെക്ക് ഇതാണ്. ഇത് താങ്കളുടെ കറണ്ട് എനർജി, എന്ത് ഗൈഡൻസ് ആണ് ടാരോ തരുന്നത്. അങ്ങനെ 3 ഇത് വെച്ചിട്ടുണ്ട്. ഇനി താങ്കൾക്ക് ചൂസ് ചെയ്യാം സെറ്റ് നമ്പർ 1, സെറ്റ് നമ്പർ 2, സെറ്റ് നമ്പർ 3. ഓക്കെ, സെറ്റ് നമ്പർ 1 ആണ് താങ്കൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് താങ്കളുടെ കറണ്ട് എനർജി എന്ന് നോക്കട്ടെ. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻസാണ് ഏറ്റവും വലിയ ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് എങ്ങനെ ഒരുപാട് മണി അട്രാക്ട് ചെയ്യാം, എങ്ങനെ അത് നമുക്കൊരു സ്ട്രക്ചർ, അതായത് കൃത്യമായിട്ടുള്ള വരുമാനം നമുക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ നമുക്കതിൽ വളരാൻ പറ്റും എന്ന് പറയുന്നതാണ്. അതായത് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. എന്ത് ഗൈഡൻസാണ് താങ്കൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 9 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് ധനം വരുള്ളൂ. അതായത് മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻസും ഇതും വറീസും ഉണ്ടെങ്കിൽ യു വിൽ നെവർ അറ്റാക്ക് മണി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം സന്തോഷം കണ്ടെത്തിയാൽ താങ്കൾക്ക് ഇത് ആകർഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി താങ്കൾ രണ്ടാമത്തേതാണ് ചൂസ് ചെയ്തെങ്കിൽ താങ്കളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് എന്ന് പറയുന്നത് ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്ന് പറയുന്നൊരു കാർഡാണ്. പൊതുവെ ഈ കാർഡാണ് വരുന്നതെങ്കിൽ താങ്കൾ പഴയ കാലം, പഴയ ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനിലാണ് നിൽക്കുന്നത്. ഒരു ഗൃഹാതുരത്വം എന്ന് പറയും. അത് ആര് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ നമ്മുടെ മകനാവാം, മകളാവാം, ആരെങ്കിലും ഒരാൾ, ഒരു പഴയ ഒരാളെക്കുറിച്ച് താങ്കൾ ആലോചിച്ചിരിക്കുകയാണ്. അതാണ് താങ്കളുടെ കറണ്ട് എനർജി. എന്താണ് യൂണിവേഴ്സ് താങ്കൾ തരുന്ന ഗൈഡൻസ് എന്ന് ഞാൻ ചോദിച്ചോളട്ടെ. ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ രാജാവാണ് കിങ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾ പ്രായോഗികതയിൽ നിന്ന് ചിന്തിക്കാനാണെന്ന് കാർഡ് പറയുന്നത്. കാരണം ബുദ്ധിയുടെ രാജാവാകുമ്പോൾ ഇത് വികാരത്തിൻ്റെയും ഇത് ചിന്തയുടെയും കാർഡാണ്. അപ്പോൾ ചിന്തയാണ് പ്രായോഗികമായിട്ടുള്ള ഇതിൽ ഇതാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ചിന്ത എന്ന് പറയുന്നതായിരിക്കണം താങ്കളുടെ ഏറ്റവും വലുത് എന്നാണ് ഇത് പറയുന്നത്. ഇനി താങ്കൾ മൂന്നാമത്തെ ഡെക്കാണ് ചൂസ് ചെയ്തെങ്കിൽ, മൂന്നാമത്തെ സെറ്റെങ്കിൽ താങ്കളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് കടുത്ത ദുഃഖത്തിൻ്റെയും നിരാശയുടെയുമാണ്. 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്ന വേദനകളാണ്, ഹൃദയം പിളരുന്ന ഇതിലാണ്, ഭയങ്കര സങ്കടത്തിലാണ് താങ്കൾ നിൽക്കുന്നത് എന്നാണ് ഈ ഊർജ്ജം മനസ്സിലാക്കുന്നത്. ഒരു ഹാർട്ട് ബ്രേക്കെന്നോ റിലേഷൻഷിപ്പ് ബ്രേക്കോ എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. എന്താണ് താങ്കൾക്കുള്ള ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് കടുത്ത ആശങ്കയുടെ ഒരു കാർഡാണ്. അതായത് പക്ഷേ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ കറുത്ത പക്ഷികൾക്കിടയിൽ ഒരു വെളുത്ത പക്ഷി കാണുന്നുണ്ട്. അതായത് താങ്കൾ ആലോചിച്ച് വിഷമിക്കുന്ന പല കാര്യങ്ങളും അത് റിയലിസ്റ്റിക്കായിട്ട് വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പുള്ള 3 ഇത്. താങ്കൾ ഏതാണ് ചൂസ് ചെയ്തത് താഴെ നമ്പർ കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.